ബി പോസിറ്റീവിൽ ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാനുള്ള സമയമാണ് അവർ ഗസ്റ്റിലേക്ക്. ലാൽ ജോസ് സംവിധാനം ചെയ്ത അയാളും ഞാൻ തമ്മിലെന്ന ചിത്രത്തിന് വേണ്ടി ഔസേപ്പച്ചൻ്റെ സംഗീതത്തിൽ നിഖിൽ മാത്യു ആണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. നിഖിലാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥി ആയുള്ളത്. നിഖിൽ, ആദ്യം തന്നെ സ്വാഗതം ബി പോസിറ്റീവിലേക്ക്. അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള പ്രണയവും വിരഹവും നഷ്ടപ്രണയവും ഒക്കെ ഉള്ള ഒരു ഗാനമായിരുന്നു. വളരെ പോപ്പുലറായി മാറിയ സോങ് ആയിരുന്നു. എനിക്കൊന്ന് ഈ പാട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഞാൻ പാടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷമായ ഒരു ഫീൽഡിൽ. സോ എൻ്റെ കരിയറിൽ ഞാൻ പാടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പാട്ടാണ് ഈ പാട്ട്. കാരണം ഇതുപോലൊരു പാട്ട് കരിയറിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം എന്നെ മലയാളത്തിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യിച്ചത് ഔസേപ്പച്ചൻ സാറാണ് 2006. സോ അത് കഴിഞ്ഞൊരു വലിയ ഗ്യാപ്പ് വന്നു. അതിന് ശേഷം ഞാൻ പാടുന്ന പാട്ടാണ് ഈ അടലിൻ്റെ ആഴങ്ങൾ. സോ അതെന്നെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഒത്തിരി താങ്ക്സ് ഔസേപ്പച്ചൻ സാറിനും അതുപോലെ തന്നെ ലാൽ ജോസ് സാറിനും. തുടക്കത്തെക്കുറിച്ച് പറഞ്ഞു. മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഔസേപ്പച്ചൻ സാറായിരുന്നു. തമിഴിലാണെങ്കിലും ഹാരിസ് ജയരാജ് ഭീമ എന്ന ചിത്രത്തിലൂടെ വളരെ പോപ്പുലറായ ഒരു സോങ്ങിലൂടെയാണ് തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത്. അപ്പോൾ പിന്നണി ഗാന രംഗത്തേക്കുള്ള വരവിനെക്കുറിച്ചും റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഡിഗ്രി വരെ എൻ്റെ സ്ഥലം കോട്ടയമാണ്. സോ ഞാൻ ഡിഗ്രി എല്ലാം പഠിച്ചത് കോട്ടയത്താണ്. സോ എൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞാൻ ചെന്നൈയിലേക്ക് പോയി. 2005 പോയത്. സോ ഞാൻ MBA ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് അവിടെ ഒരു റിയാലിറ്റി ഷോ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ പേര് എയർടെൽ സൂപ്പർ സിംഗർ എന്നാണ്. സോ അതിൽ ഞാൻ വിൻ ചെയ്തു. സോ അങ്ങനെ എനിക്ക് ഹാരിസ് ജയരാജ് സാറിൻ്റെ പടത്തിലൊരു പാടാൻ ഒരു അവസരം കിട്ടി. സോ എനിക്ക് തമിഴിലും എനിക്കൊരു നല്ലൊരു ബിഗ് എൻട്രിയാണ് കിട്ടിയത്. ഭീമ എന്ന് പറഞ്ഞ മൂവിയിൽ സാധന സർക്കം മേഡത്തിൻ്റെ കൂടെയാണ് ഞാൻ ഡ്യുവറ്റ് പാടിയത്. സോ അതൊരു നല്ല ഹിറ്റ് സോങ് ആയിരുന്നു. ഭീമയിലെ ആ പാട്ടൊന്ന് പാടാമോ ഇപ്പോൾ പ്രേക്ഷകർക്കായി? തീർച്ചയായിട്ടും. எனதுயிரே எனதுயிரே எனக்கெனவே நீ கிடைத்தாய், எனதுறவே எனதுறவே கடவுளை போல் நீ முளைத்தாய், நெடும் சாலையில் படும் பாதம் போல் சேர்கிறேன் வாழும் காலமே, வரும் நாட்களே தரும் பூக்களே நீளுமே காதல் காதல் வாசமே, எனதுயிரே எனதுயிரே எனக்கெனவே நீ கிடைத்தாய், எனதுறவே எனதுறவே கடவுளை போல் நீ முளைத்தாய். തീർച്ചയായും ഈ ഒരു അവസരത്തിലേക്ക് വഴിയൊരുക്കിയത് സൂപ്പർ സിംഗർ എന്നുള്ള റിയാലിറ്റി ഷോ തന്നെയായിരുന്നു എന്ന് കരുതുന്നു. അതിനെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നത് 10,000-ഓളം 25,000-ൽ കൂടുതൽ ആൾക്കാർ എൻട്രി അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരികയും അതിൽ നിന്നാണ് ഏറ്റവും മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് കേട്ടു. അപ്പോൾ ആ ഒരു റിയാലിറ്റി ഷോയുടെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മലയാളി തമിഴ്നാട്ടിൽ പോയി അവിടുത്തെ ഒരു പോപ്പുലർ റിയാലിറ്റി ഷോ വിൻ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു തമിഴ് റിയാലിറ്റി ഷോയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ചെറുപ്പം തൊട്ട് ഒത്തിരി തമിഴ് സോങ്സ് കേൾക്കുമായിരുന്നു. സോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് തമിഴ് സോങ്സിനോട്. സോ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ചെന്നൈക്ക് പോയത്. അതുപോലെ തന്നെ ചെന്നൈയിലേക്ക് ഒരു വാസ്റ്റ് നമുക്കൊരു കുറച്ചും കൂടെ മ്യൂസിക്കിൽ സാധ്യത കൂടുതലാണ് ചെന്നൈയിൽ. സോ അതുകൊണ്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് മെയിനായിട്ട് മാറാൻ കാരണം. സോ ആ ടൈമിൽ ഞാൻ MBA പഠിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് റിയാലിറ്റി ഷോയെ പറ്റി പറഞ്ഞത്, ഈ സൂപ്പർ സിംഗറിനെ പറ്റി. സോ അപ്പം ഞാൻ ഓർത്തു, ഓക്കെ ഞാൻ ഒത്തിരി കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ. സോ ഓക്കെ, റിയാലിറ്റി ഷോയിൽ ഞാൻ ഇതുവരെ അങ്ങനെ പങ്കെടുത്തിട്ടില്ല. സോ അതുകൊണ്ട് ഒരു ലക്ക് ട്രൈ ചെയ്യാമെന്ന് ഓർത്താണ് ഞാൻ പോയത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അവിടെ ഭാഷ അറിയാൻ മേലായിരുന്നു. അതൊരു വലിയ പ്രശ്നമായിരുന്നു. കാരണം അവിടെ എനിക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെയാണ് ഞാൻ അറിയാവുന്നത്. സോ അതുകൊണ്ട് തമിഴ് വലിയ പിടിയില്ലായിരുന്നു. സോ അവിടെ പോയി ഞാൻ കേട്ട് പഠിച്ചതാണ് ഈ പാട്ടുകളൊക്കെ. ഞാൻ ഈ ഷോസിന് പാടിയ പാട്ടുകളൊക്കെ അവിടെ പോയി ഞാൻ കേട്ട് പഠിച്ച പാട്ടുകളാണ്.
സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ തന്നെ പറയാം. എൻ്റെ ഒരു മ്യൂസിക് കരിയറിൽ എനിക്ക് പ്ലേ ബാക്ക് സിംഗിന് മുമ്പ് ഒരു കിട്ടിയ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് റിയാലിറ്റി ഷോ. കാരണം SPB സാറ്, ജാനകി അമ്മ, ശ്രീനിവാസ് സാർ, ഉണ്ണികൃഷ്ണൻ സാർ, അങ്ങനെ വലിയ വലിയ ആൾക്കാരെ പരിചയപ്പെടാനും മീറ്റ് ചെയ്യാനും സാധിച്ചു. അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എൻ്റെ കരിയറിൽ. തീർച്ചയായും അന്ന് ആ റിയാലിറ്റി ഷോയിൽ പാടിയതിൽ ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള പാട്ടുകളെന്ന് പാടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് റൗണ്ടുകളിലൂടെ. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു ഒരു സോങ് ഏതായിരുന്നു? ആ ഒരു പാട്ടിൻ്റെ ഒരു 4 വരിയും കൂടെ ഇപ്പോൾ പാടാമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ AR റഹ്മാൻ സാറിൻ്റെ ഇന്ദിര എന്ന് പറഞ്ഞ മൂവിയിലൊരു സോങ്ങാണ്, പാടാം. நிலா காய்கிறது, நேரம் தேய்கிறது, யாரும் ரசிக்கவில்லையே, இந்த கண்கள் மட்டும் உன்னை காணும், தென்றல் போகின்றது, சோலை சிரிக்கின்றது, யாரும் சுகிக்கவில்லையே, இந்த கைகள் மட்டும் உன்னை காணும், காற்று வீசும் வெயில் காயும் காயும் அதில் மாற்றம் ஏதுமில்லையே, வானும் மண்ணும் நம்மை வாழச் சொல்லும் அந்த வாழ்த்து ஓயவில்லை, என்றென்றும் வானில் நிலா காய்கிறது, நேரம் தேய்கிறது, யாரும் ரசிக்கவில்லையே, இந்த கண்கள் மட்டும் உன்னை காணும். ഇനി മലയാള പിന്നണികാല രംഗത്തേക്കുള്ള വരവിനെ കുറിച്ച് കേൾക്കാമെന്ന് തോന്നുന്നു. മൂന്നാമതൊരാൾ എന്ന ചിത്രം, ജ്യോതിർമയി, സമൃദ്ധ സുനിലൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമ അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിൽ പോലും അതിൽ വളരെ മനോഹരമായൊരു മെലഡി ഉണ്ടായിരുന്നു നിഖിൽ പാടിയത്. അപ്പോൾ ആ ഒരു പാട്ടിനെ കുറിച്ചും മലയാളത്തിൽ പാടി തുടങ്ങിയുള്ള ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെ. 2006 ഞാൻ ആ മൂവിയിൽ പാടിയത്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഔസേപ്പച്ചൻ സാറാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കരിയറിൽ തന്നെ ഞാൻ കൂടുതലായിട്ടും പാടിയേക്കുന്ന സോങ്സ് എല്ലാം മെലഡി സോങ്സ് ആണ്. സോ എൻ്റെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാടിയേക്കുന്ന എല്ലാ പാട്ടും എനിക്കൊന്നൊരു ഓൾമോസ്റ്റ് 95% സോങ്സും മെലഡി സോങ്സാണ്. സോ ഒരു നല്ല മെലഡി പാടി തന്നെ എനിക്ക് മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ്. ആ പാട്ട് ഔസേപ്പച്ചൻ സാർ എനിക്ക് പ്ലേ ചെയ്ത് തരുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം അത്രയും നല്ലൊരു മെലഡി എനിക്ക് പാടാൻ സാധിച്ചതിൽ. ആൻഡ് ആ പാട്ട് ആക്ച്വലി ഞാൻ പാടി മൂവിയിൽ പാടിയത് അത് വേണുഗോപാൽ സാറാണ് മൂവിയിൽ പാടിയത്. എൻ്റെ പാട്ട് ആക്ച്വലി CD-യിൽ മാത്രമേ ഉള്ളായിരുന്നു ആ പാട്ട്. സോ ആക്ച്വൽ വോയിസ് വേണുഗോപാൽ സാറിനെയാണ്. പക്ഷെ അത് ഒത്തിരി എൻ്റെ വേർഷൻ ഒത്തിരി ശ്രദ്ധിക്കപ്പെട്ടതല്ല. സോ അതൊരു നല്ലൊരു എൻട്രി ആയിരുന്നു മലയാളത്തിലേക്ക് എനിക്കത്. ആ പാട്ടിൻ്റെ ഒരു 4 വരി പാടാമോ? നിലാവിൻ്റെ തൂവൽ തൊടുന്ന പോലെ, നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ, പ്രണയാർദ്രമാം നിന്റെ മിഴി വന്ന ഹൃദയത്തിൽ ഒരു മാത്രമെന്നി മറഞ്ഞു പോയി, ഒരു വാക്കു ചൊല്ലി കടന്നു പോയി, നിലാവിൻ്റെ തൂവൽ തൊടുന്ന പോലെ, നിശാപുഷ്പം രാവിൽ വിരിഞ്ഞ പോലെ. തീർച്ചയായും. ഇനി വീണ്ടും നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി റിയാലിറ്റി ഷോകളിലൂടെയായിരുന്നു തുടക്കം എന്നൊക്കെ. അതിനു മുമ്പും ഒരുപാട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ലളിതഗാനത്തിൽ നല്ലൊരു എനിക്ക് 10th തൊട്ട് 10th +2 അതുപോലെ തന്നെ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ, ഫസ്റ്റ് പ്രൈസും ഒക്കെ കിട്ടിയതായും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യൂത്ത് ഫെസ്റ്റിവൽ കാലഘട്ടമൊക്കെ എങ്ങനെ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ സിംഗിങ് കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറിനെ പറ്റി ഞാൻ എടുത്ത് പറയണം. കാരണം എൻ്റെ അപ്പയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സപ്പോർട്ട്. കാരണം ചെറുപ്പം തൊട്ടേ എൻ്റെ അപ്പ എന്നെ എല്ലാ എന്താ പറയുക യൂത്ത് ഫെസ്റ്റിവലിനും അതുപോലുള്ള മ്യൂസിക് കോമ്പറ്റീഷനും കൊണ്ടുപോകുമായിരുന്നു. സോ എൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ബാലജനസഖ്യത്തിലാണ് എൻ്റെ മ്യൂസിക്കൽ എന്താ പറയുക ഈ കോമ്പറ്റീഷൻ ഞാൻ പാടി തുടങ്ങിയത്. അതിൽ ഞാൻ ഒത്തിരി പ്രൈസ് ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ 10th പഠിക്കുമ്പം സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ 2010
സോറി 2000 സ്കൂൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ ഞാൻ ലൈറ്റ് മ്യൂസിക്കൽ വിന്നറായിരുന്നു. അത് കഴിഞ്ഞ് 2001 +1 ഫസ്റ്റ് കിട്ടി, 2002 +2 ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് MG യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിലും ഞാൻ ലൈറ്റ് മ്യൂസിക് വിന്നറായിരുന്നു. സോ അങ്ങനെ സ്കൂൾ കോമ്പറ്റീഷനാണ് സത്യം പറഞ്ഞാൽ അവിടെ പാടിയാണ് എൻ്റെ ഒരു മ്യൂസിക് കരിയറിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും നമുക്ക് ഒരു ലളിതഗാനം ഇനി പ്രേക്ഷകർക്കായി പാടും നിഖിൽ എന്ന് വിശ്വസിക്കുന്നു. നിഖിൽ, യുവജനോത്സവത്തിൽ ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടിയ കാര്യമൊക്കെയാണ് ഇവിടെ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പേ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിഖിലൊരു പാട്ടും പാടിത്തരുമെന്ന പ്രതീക്ഷയോടെയാണ് ബ്രേക്ക് എടുത്തത്. അപ്പോൾ ഏത് ലളിതഗാനമാണ് പ്രേക്ഷകർക്കായി ഇപ്പോൾ പാടാൻ പോകുന്നത്? കാരണം ലൈറ്റ് മ്യൂസിക് സത്യം പറഞ്ഞാൽ ലൈറ്റ് മ്യൂസിക് ഞാൻ പാടിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷം. കാരണം എൻ്റെ പാട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ലിറിക്സൊക്കെ ഒത്തിരി മറന്നുപോയി. ഞാനന്ന് പാടിയ പാട്ട് ആവണി പൗർണമി എന്ന് പറഞ്ഞൊരു പാട്ടാണ് ഞാൻ ആക്ച്വലി പാടിയത്. അത് കഴിഞ്ഞ് ഞാൻ സുഖി അവരോ എന്ന് പറഞ്ഞൊരു പാട്ടും പാടി. സോ ഈ 2 പാട്ടുകളാണ് എനിക്ക് പ്രൈസ് മേടിച്ചു തന്നത്. പക്ഷേ എൻ്റെ ലിറിക്സൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. സോ ക്ഷമിക്കണം, ഞാൻ ഇന്നൊരു അവസരത്തിൽ പാടുന്നതായിരിക്കും ഞാനത്. തീർച്ചയായും. അപ്പോൾ ഇനി മറ്റ് വിശേഷങ്ങളിലേക്ക് പോവാം. അത് കഴിഞ്ഞ് മലയാളത്തിൽ തന്നെ മറ്റൊരു വളരെ പോപ്പുലറായ സോങ് നോക്കുകയാണെങ്കിൽ ബാച്ചിലർ പാർട്ടിയിലെ കാർമുകിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗാനം ശ്രേയാ ഘോഷൽ ഫീമെയിൽ വേർഷൻ, അതിൻ്റെ ഡ്യുവേറ്റ് ശ്രേയാ ഘോഷലുമായിട്ട് പാടിയ ഡ്യുവേറ്റ്, ആ സോങ്ങും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. FM-ലേക്ക് എനിക്കൊന്ന് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്യപ്പെട്ട പാട്ടും അതായിരുന്നു. അപ്പോൾ ആ പാട്ടൊന്ന് പാടിയിട്ട് ആ പാട്ടിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ തോന്നുന്നു. തീർച്ചയായിട്ടും. കാർമുകിലിൽ പിടഞ്ഞുണരും തുലാമിന്നലായി നീ വാതിൽ തുറന്നണയും നീലാനാളമായി നീ വിവശമെന്തോ കാത്തിരുന്നു അലസമേതോ മൗനമാർന്നും വിവശമെന്തോ കാത്തിരുന്നു അലസമേതോ മൗനമായി പറയാതലിഞ്ഞു നാം പാതിരയോ പകലായി മുള്ളുകളോ മലരായി പ്രിയാമുഖമാം നദിയിൽ നീന്തിയലയും മിഴികൾ. ഈ ഒരു പാട്ട് ശ്രേയാ ഘോഷലായിട്ടുള്ള ഒരു ഡ്യുവേറ്റ് ആയിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു പാട്ട് പാടിയപ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എന്തായിരുന്നു? ഞാൻ 2006 ഞാൻ ആ പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നെ കുറേ പാട്ടുകൾ പാടിയെങ്കിലും സത്യം പറഞ്ഞാൽ ഒത്തിരി പാട്ട് ശ്രദ്ധിക്കാതെ പോയി. സോ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയൊരു മലയാളത്തിൽ കിട്ടിയൊരു ബിഗ് എൻട്രി എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് പാട്ടിലെ ഈ പാട്ടാണ്. സോ അതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജിനോടാണ്. കാരണം രാഹുലേട്ടനാണ് ഈ പാട്ടിന് തന്നത്. സോ ആൻഡ് അതുപോലെ തന്നെ എൻ്റെ ഫീമെയിൽ വേർഷൻ പാടിക്കുന്നത് ശ്രേയാ ഘോഷലാണ്. കാരണം ഇപ്പോൾ ഒരു സിംഗറിൻ്റെ ആഗ്രഹമാണ് ശ്രേയാ ഘോഷലിട്ടൊരു പാട്ട് പാടുക എന്നുള്ളത്. സോ ആ ഒരു ആഗ്രഹവും എനിക്ക് ഈ പാട്ടിൽ കൂടെ സാധിച്ചു. ആൻഡ് ഈ പാട്ടിൻ്റെ റെക്കോർഡിങ് കമ്പോസിങ് ടൈമിൽ രാഹുലേട്ടൻ ഒരു ഫ്രഷ് വോയിസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. സോ ഇപ്പോൾ ബാച്ചിലേഴ്സ് പാർട്ടിയുടെ അസോസിയേറ്റ് ഡയറക്ടർ മിസ്റ്റർ സുദീപ് ജോഷി എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. സോ അദ്ദേഹമാണ് എൻ്റെ പേര് റെഫർ ചെയ്തത്. സോ അങ്ങനെയാണ് രാഹുലേട്ടൻ എന്നെ കേൾക്കാനും എൻ്റെ വോയിസ് കേൾക്കാനും ഇതിലേക്ക് എന്നെ വിളിച്ചതും. സോ എനിക്ക് തോന്നുന്നു 2006 കഴിഞ്ഞ് എനിക്ക് കിട്ടിയൊരു ബിഗസ്റ്റ് എൻട്രിയാണ് ഈ കാർമുകിൽ എന്ന് പറഞ്ഞ പാട്ട്. ഇപ്പോൾ ശ്രേയാ ഘോഷലായിട്ട് ഡ്യുവറ്റ് പാടുക എന്നുള്ളതാണ് ഒരു സിംഗറിൻ്റെ ഒരു വലിയൊരു ആഗ്രഹത്തിലൊന്നാണെന്ന് പറയുന്നുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ കൂടെ പാടിയത് നോക്കുകയാണെങ്കിൽ ചിന്മയി, സാധന സർഗം തുടങ്ങിയവരുടെ കൂടെയും പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടെ പാടിയിട്ടുള്ള ആ ഒരു സിംഗേഴ്സിനെയൊക്കെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഞാനൊന്നത് ലൈഫിൽ ഒരിക്കൽ പോലും ഞാൻ എന്താ പറയുക പ്രതീക്ഷിക്കാതെ വന്നൊരു ഭാഗ്യമാണ്. കാരണം സാധന സർഗം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലീഡിങ് സിംഗറാണ്. സോ എൻ്റെ ഫസ്റ്റ് പാട്ട്, അതായത് തമിഴിലെ ഫസ്റ്റ് പാട്ട് സാധന സർഗത്തിനോട് പാടാൻ പറ്റി. മലയാളത്തിലെ എൻ്റെ സെക്കൻഡ് സോങ് എനിക്ക് ശ്രേയാ ഘോഷലിനോട് പാടാൻ പറ്റി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സ്വപ്നമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത്. ഇനി കമ്പോസേഴ്സിനെ നോക്കുകയാണെങ്കിൽ നേരത്തെ തമിഴിൽ ഹാരിസ് ജയരാജിനെ കുറിച്ച് പറഞ്ഞു, മലയാളത്തിൽ
ഔസേപ്പച്ചൻ സർ, രാഹുൽ രാജ്, ബിജിബാൽ, വിദ്യാസാഗർ തുടങ്ങിയിട്ടുള്ള കമ്പോസേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തു. അത് കൂടാതെ തെലുങ്കിലുമൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളൊരു കമ്പോസേഴ്സിൻ്റെ അവരുടെ ഒരു സ്റ്റൈലും എങ്ങനെയായിരുന്നു? അവരുടെ ഒരു ഏറ്റവും രസം അവരുടെ കൂടെ വർക്ക് ചെയ്യാനാണ്. തമിഴില് ഞാൻ ഹാരിസ് ജയരാജ് സാറിനോട് വർക്ക് ചെയ്യാൻ, അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് തമിഴിൽ. സോ ഹാരിസ് ജയരാജ് സാറ് ഭയങ്കര കൂൾ പേഴ്സണാണ്, ബട്ട് ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ് പുള്ളി. നമ്മളെ അദ്ദേഹത്തിന് എന്ത് വേണമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. സോ അത് കിട്ടുന്ന വരെ നമ്മളെ ശരിക്കും പാടിക്കും. അതാണ് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈല്. പിന്നെ വിദ്യാസാഗർ സാറ് മലയാളത്തിലെ എന്താ പറയുക, അദ്ദേഹം കൈവച്ച എല്ലാ പാട്ടുകളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സോങ് ആണ്. സോ അദ്ദേഹത്തിൻ്റെ പാടാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിദ്യാസാഗർ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അദ്ദേഹത്തെ കണ്ടപ്പം തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ മുട്ടിടിച്ചു പോയി. സോ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അദ്ദേഹം ഭയങ്കര നോർമലായിട്ട് ഒരു കൂളായിട്ട് എന്നോട് സംസാരിച്ചതും നന്നായിട്ട് എന്താ പറയുക എനിക്ക് പാട്ട് പഠിപ്പിച്ചു തന്നു. സോ ആ ഒരു ടെൻഷൻ അത് കഴിഞ്ഞ് എനിക്ക് പോയി. പിന്നെ ഔസേപ്പച്ചൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, സീനിയർ മോസ്റ്റ് മ്യൂസിഷ്യൻ എന്ന് പറയാം മലയാളത്തിൽ. ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ സാറിന് ഫസ്റ്റ് 2006 പാടിയെങ്കിലും ഈ അഴലിൻ്റെ ആഴങ്ങൾ പാടുന്ന ആ ഒരു ടൈമായിരുന്നു കുറച്ചും കൂടെ ഒരു എന്താ പറയുക എനിക്കൊരു ടെൻഷൻ കൂടിയ ഒരു ടൈം. കാരണം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ് ഈ അഴലിൻ്റെ ആഴങ്ങൾ പാടാൻ. കേൾക്കുമ്പം എളുപ്പമാണ്, എന്നാലും ആ ഒരു ഫീൽ നമുക്ക് ഇമോട്ട് ചെയ്യാനും, കാരണം ഒരു വിരഹവും എല്ലാം നിറഞ്ഞൊരു ഫീലാണ് ആ ഒരു പാട്ട്. സോ ആ ഒരു ഫീൽ ഇമോട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. സോ അത് ഒത്തിരി കഷ്ടപ്പെട്ട് പാടൊരു പാട്ടാണത്. സോ ഔസേപ്പച്ചൻ സാറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പിന്നെ രാഹുൽ രാജ്. സോ രാഹുൽ ഏട്ടൻ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സ്വീറ്റാണ് പുള്ളി. സോ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു തെലുങ്ക് പാടാൻ അദ്ദേഹത്തിന് വേണ്ടി പാടി, പാഠശാല എന്ന് പറഞ്ഞൊരു ഇപ്പം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഐ തിങ്ക് ഒരു മാസം ആകുന്നേ ഉള്ളൂ. സോ എല്ലാവർക്കും അവരുടേതായ ഒരു ശൈലിയുണ്ട്. സോ ആൻഡ് അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അവർക്കൊക്കെ പാടാൻ പറ്റിയത്. തീർച്ചയായും. നിഖിൽ ഷോയിൽ വന്നിട്ട് ഇത്രയും സമയം പാടിയതും നിഖിലെ കരിയർ തന്നെ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളതൊക്കെ മെലഡീസാണ്. അപ്പോൾ നിഖില് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സോങ്, ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ പാടാൻ പറ്റുമോ? ഒരു മെലഡി സോങ് മതിയോ? ഏതെങ്കിലും മെലഡി സോങ് മതിയല്ലേ? ഒരു മെലഡിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ആണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മെലഡി തന്നെ പാടുകയും ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു ഫാസ്റ്റ് നമ്പർ ഞാൻ പാടാം. അപ്പം ഇപ്പോൾ തമിഴിലിറങ്ങിയ ഒരു പാട്ടാണ്, മറ്റേ ജില്ല എന്ന് പറഞ്ഞ മൂവിയിലെ ജിങ്കനമണി. സോ അത് ഞാൻ പാടാം. ഓ ജിങ്കനമണി സിരിച്ചു പുട്ടാ നെഞ്ചിൽ ആണേ, വെങ്കലക്കിണ്ണി പോല മിന്നും മന്ദിരമേ നീ വെക്കത്തില പക്കத்துக்கு போகாதவ, ஒரு நூலு இல்ல சில கட்ட ஆளானவ, அட நீ வந்தாயே வந்தா காலி அமாங்கோ ஆமாங்கோ ஆமாங்கோ ஆமாங்கோ, ஏ ജിങ്കനമണി സിരിച്ചു പുട്ടാ നെഞ്ചിൽ ആണേ, ഏ വെങ്കലക്കിണ്ണി പോല മിന്നും മന്ദിരമേ നീ. ഇത്രയും സമയം മെലഡി പാടിക്കൊണ്ടിരുന്ന ആളാണ് ഇത് പാടിയതെന്ന് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പാടിയതിനെ കുറിച്ച് ഇപ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞില്ല. എത്ര വയസ്സ് തൊട്ടാണ് പാട്ടൊക്കെ പഠിച്ചൊക്കെ തുടങ്ങിയത്? ആരൊക്കെയായിരുന്നു ഗുരുക്കന്മാർ? ആരൊക്കെയായിരുന്നു? എൻ്റെ ഫസ്റ്റ് ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. സോ എൻ്റെ ഫസ്റ്റ് ഗുരു വൈക്കം രാധാമണി എന്ന് പറഞ്ഞ ടീച്ചറാണ്. എന്നെ മിസ് ഒരു 5 വർഷം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് എന്നെ മ്യൂസിക് പഠിപ്പിച്ചത് കോട്ടയം അമ്പിളിക്കുട്ടൻ എന്ന് പറഞ്ഞ സാറാണ്. അദ്ദേഹം ഇപ്പം ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പ്രിൻസിപ്പളാണ്. അദ്ദേഹം എന്നെ ഒരു 5 വർഷം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പഠിച്ചത് കോട്ടയം വീരമണി എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പഠിച്ചു ഒരു 5 വർഷം. സോ അത് കഴിഞ്ഞ് ചെന്നൈ പോയി കഴിഞ്ഞ് മ്യൂസിക് പഠിക്കാൻ പറ്റിയിട്ടില്ല. സോ ഈ 3 പേരാണ് എൻ്റെ കരിയറിലെ മ്യൂസിക് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. മലയാളത്തിലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റിലീസ് സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്ത് ബിജിബാലിൽ കമ്പോസ് ചെയ്ത് വന്ന ആംഗ്രി ബേബീസിലെ സോങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പാട്ടിൻ്റെ ഒരു 4 വരി ഒന്ന് പാടാം. അതെ തീർച്ചയായിട്ടും.
ഏതൻ തോട്ടം തേടിപ്പായും ചിങ്കാരിക്കാറ്റും അന്തിച്ചോപ്പിൽ മിന്നിത്തെന്നും നക്ഷത്ര കുഞ്ഞും വരവേൽപ്പിനായി മലമേട്ടിൽ വർണ്ണം പെയ്യുന്നു നീയും ഞാനും തേടും മായാതീരം. അഴലിൻ്റെ ആഴങ്ങൾ എന്നുള്ള സോങ്ങിലേക്ക് തന്നെ വീണ്ടും എത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്തിറങ്ങിയതിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പാട്ടായിരുന്നു. അത് മാത്രമല്ല ശരിക്കും ആ ഒരു നഷ്ടപ്രണയമൊക്കെ വളരെയധികം അതിൻ്റെ ആ ഒരു ഫീലൊക്കെ നേടിലേക്കുന്ന ഒരു സോങ് ആയിരുന്നു. അപ്പോൾ ഈ പാട്ട് പാടാൻ നേരത്ത് വിചാരിച്ചിരുന്നോ ഇത്രയധികം ഈ ഒരു സോങ് ഹിറ്റാവുന്നുള്ളത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഈ പാട്ട് പാടുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ട്രാക്ക് ഔസേപ്പച്ചൻ സാർ മെയിൽ ചെയ്ത് തന്നിരുന്നു പഠിക്കാനായിട്ട്. സോ ആ പാട്ട് ഔസേപ്പച്ചൻ സാർ തന്നെയാണ് ട്രാക്ക് പാടിയതും അതിമനോഹരമായിട്ട് സാർ ആ ട്രാക്ക് പാടി വെച്ചിട്ടുണ്ട്. സോ അത് കേട്ടപ്പോൾ തന്നെ നല്ലൊരു മനോഹരമായ പാട്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അത് എത്രമാത്രം അത് എന്നെ കൊണ്ടത് പാടി അത് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അത്ര മനോഹരമായ, സത്യം പറഞ്ഞ് എടുത്തു പറയേണ്ടത് മറ്റേ വരികളും മ്യൂസിക്കുമാണ്. കാരണം അത് രണ്ടുമാണ് ആ പാട്ടിൻ്റെ മെയിൻ. അത് കഴിഞ്ഞാണ് സത്യം പറഞ്ഞ സിംഗിങ് വരുന്നത്. സോ അത് രണ്ടും ഞാൻ എത്രമാത്രം എന്താ പറയുക നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ പാട്ടെല്ലാം പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഔസേപ്പച്ചൻ സാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എങ്ങനെയായിരുന്നു അത് ബിഗ് സ്ക്രീനിൽ ആദ്യം കാണുമ്പോഴുള്ള ഒരു അനുഭവം? ഫാമിലിയൊക്കെ ആയിട്ടാണോ പോയത്? അയ്യോ അത് സത്യം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പടം കാണാൻ പോയി. ഞാൻ വേറെ ഒരു പടത്തിനും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇങ്ങനെ കാണാൻ പോയിട്ടില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ എൻ്റെ അപ്പായും അമ്മയും സിസ്റ്ററും എല്ലാം എൻ്റെ വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു പടം കാണാൻ. സോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ എന്ന് പറയാം. കാരണം ആ പാട്ട് പടത്തിൽ വരുന്നത് ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം വരുന്ന പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഒരു ഫില്ലേഴ്സ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ. കാരണം കഥയ്ക്കും അല്ലെങ്കിൽ ആ പാട്ടിനുമായിട്ടൊരു ലിങ്ക് കാണത്തില്ല. പക്ഷേ ഈ പാട്ട് ആ പടത്തിൽ വരുന്നത് കഥയോട് എന്താ പറയുക ഭയങ്കര ലിങ്ക്ഡ് ആണ്. സോ അത് ഒരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു ആ പാട്ട് തിയേറ്ററിലൊക്കെ. ഈ ഒരു പാട്ട് പാടാൻ നേരത്തെ പറഞ്ഞു ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറേ ഹോംവർക്ക് ഒക്കെ അങ്ങനെ ചെയ്തിട്ടാണോ പോയത്? ഞാൻ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടല്ല പോയത്. ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് സത്യം പറഞ്ഞാൽ ഒത്തിരി ടൈം എടുത്ത് പാടിയൊരു പാട്ടാണിത്. കാരണം ആദ്യം ഇതിൻ്റെ പല്ലവി ഞാൻ പാടുമ്പോൾ ഔസേപ്പച്ചൻ സാർ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് സാറ് വന്നത്. സോ സാറ് വന്ന് കേട്ടിട്ട് ഹി വാസ് വെരി ഹാപ്പി. ബട്ട് എന്നാലും സാർ എന്നെ ഇരുന്ന് ഓരോ വരികളുടെ അർത്ഥവും ഫീലും ഒക്കെ പറഞ്ഞ് തന്ന് പാടിച്ച പാട്ടാണ്. സോ ഈ പാട്ട് ഞാൻ നന്നായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഗോസ് ടു ഔസേപ്പച്ചൻ സാറാണ്, വേറെ ആർക്കും അല്ല. തീർച്ചയായും. ഈ പാട്ടിൻ്റെ ലിറിസിസ്റ്റ് വയലാർ ശരത്, അദ്ദേഹത്തെ ഈ സോങ് പാടിക്കഴിഞ്ഞ് കാണാനിടയായിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ അഭിപ്രായമൊക്കെ എന്തായിരുന്നു? ഇല്ല, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കേൾക്കാൻ ഒരു അവസരം ലഭിച്ചില്ല. അദ്ദേഹത്തിനെ കാണാനും പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വരികൾ എനിക്ക് പാടാൻ സാധിച്ചത് തന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇത്രയും സമയം സംസാരിച്ചിട്ട് ഞാനിതൊരു അവസാന ഭാഗത്തിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു. നിഖിലിൻ്റെ ശബ്ദത്തിൽ തന്നെ ഈ ഒരു സോങ് ഇപ്പോൾ നേരിട്ടൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം സിനിമയിലെ പാട്ടാണ് കണ്ടത്. ഇനിയിപ്പോൾ നിഖിൽ നേരിട്ട് ഈ പാട്ട് പ്രേക്ഷകർക്കായി പാടിത്തരുന്നത്. കുറച്ച് വേണമെങ്കിൽ നീളത്തിൽ പാടിക്കോളൂ. തീർച്ചയായിട്ടും. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചിതൽ പ്രാണനിൽ മേഞ്ഞു, കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. നിഖിൽ, ഈ പാട്ടിന് ശേഷം ആരാധികന്മാരുടെ എണ്ണത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു വർധനവൊക്കെ എങ്ങനെയായിരുന്നു?
അയ്യോ, ഒത്തിരി പാട്ടിന് പ്രശംസിച്ച് ഒത്തിരി പേര് വന്നിരുന്നു. ആരാധികമാര് അങ്ങനെയൊന്നുമില്ല. ഒത്തിരി പേര് കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. നല്ല റെസ്പോൺസാണ് കിട്ടിയത്. എന്തൊക്കെയാണ് അപ്പോൾ ഭാവി പരിപാടികൾ? അപ്പം പാട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്നു. പൊതുവെ അങ്ങനെ ഗായകർ ഇടയ്ക്ക് ചില സമയങ്ങളിൽ കമ്പോസേഴ്സ് ഒക്കെ ആയി മാറുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പോസ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടോ? ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? പ്രോജക്ട്സിനെ കുറിച്ചും ഒക്കെ. ഞാൻ കമ്പോസിങ്ങിനെ പറ്റി ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പം നല്ല നല്ല പാട്ടുകൾ പാടുക, മ്യൂസിക് കൂടുതൽ പഠിക്കുക. സോ അതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്. സോ തമിഴ്, മലയാളം, തെലുങ്കൊക്കെ നല്ല നല്ല പാട്ടുകൾ പാടാൻ അവസരം എനിക്ക് ലഭിക്കുന്നുണ്ട്. സോ അതങ്ങനെ തന്നെ പോകണമെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. സോ കമ്പോസിംഗ് ഒന്നും ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല. അതൊക്കെ അറിയത്തില്ല. തീർച്ചയായിട്ടും ഈശ്വരൻ ആ പ്രാർത്ഥന കേൾക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്, നല്ല നല്ല പാട്ടുകൾ പാടിത്തന്നതിന് ഒരുപാട് നന്ദി നിഖിൽ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരാണ് ഞങ്ങളെപ്പോലുള്ള എന്താ പറയുക യങ് അപ്കമിങ് സിംഗേഴ്സിനെ നിങ്ങളാണ് തീരുമാനിക്കുന്നത് വളരണോ ഇല്ല തളരണോ എന്ന്. സോ വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, എന്നെപ്പോലുള്ള യങ് ടാലൻസിനെ സപ്പോർട്ട് ചെയ്യുക, പാട്ടുകൾ കേൾക്കുക. താങ്ക്സ് ഫോർ എവറിത്തിങ്. വളരെ നന്ദി.